ഈ 1-ാം തീയതി മുതൽ അടുത്ത 100 ദിവസക്കാലത്തേക്ക് 541 പ്രോജക്റ്റുകൾ 100 ദിവസക്കാലം കൊണ്ട് തീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ആരംഭിക്കുക. 541 പ്രോജക്റ്റുകൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വന്ന പരിശോധന കഴിഞ്ഞ് നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾ 541 പദ്ധതികൾക്ക് മന്ത്രിസഭ അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. ഇന്ന് മുതൽ കൗണ്ട് ഡൗൺ നടത്തി 100 ദിവസം കൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും ഈ പദ്ധതികൾ പൂർത്തിയാക്കും. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടുള്ള യോഗം അതിനുവേണ്ടി വിളിക്കും. സാർ, 100 ദിവസത്തെ 5ആക്കി തിരിച്ച് ഓരോ 20 ദിവസം കൂടുമ്പോഴും ഈ പദ്ധതി എവിടെ വരെ എത്തി, 541 പ്രോജക്റ്റുകൾ എന്നതിൻ്റെ റിവ്യൂ മീറ്റിംഗ് ഉൾപ്പെടെ നടത്തി ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയും അപ്ഡേറ്റ് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഡാഷ്ബോർഡ്, ആധുനികമായ ടെക്നോളജിയുടെ പിൻബലത്തോടു കൂടിയ ഒരു ഡാഷ്ബോർഡ് വെച്ച് ഓരോ പദ്ധതിയുടെയും സ്റ്റേറ്റസ്, ഓരോ പദ്ധതിയുടെയും പൊസിഷൻ ഓരോ 20 ദിവസം കൂടുമ്പോഴും ഓരോ 10 ദിവസം കൂടുമ്പോഴും മനസ്സിലാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു ഫോളോ അപ്പ് ആക്ഷൻ കൂടി ഈ 541 പദ്ധതികൾക്കുണ്ടാകും. കേരള രാഷ്ട്രീയത്തിൽ വലിയ നിർണായകമായ ഒരു ചുവടുവയ്പ്പിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാർ തങ്ങളുടെ ആദ്യ നിയമസഭാ സമ്മേളനം പൂർത്തിയാക്കുമ്പോൾ സംസ്ഥാന ഭരണത്തിന് പുതിയൊരു ദിശാബോധവും വേഗതയും നൽകുന്ന വലിയൊരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. വിവിധ വകുപ്പുകളിലായി തിരഞ്ഞെടുത്ത 541 പദ്ധതികൾ കൃത്യം 100 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനത്തോടെ ഒരു കൗണ്ട് ഡൌണിന് സർക്കാർ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതൊരു സാധാരണ രാഷ്ട്രീയ വാഗ്ദാനം മാത്രമല്ല, മറിച്ച് പരമ്പരാഗതമായ മന്ദഗതിയിലുള്ള ഭരണരീതികളെയും ഫയൽ നീക്കങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളുടേത് ജനവിശ്വാസം ആർജിച്ച ഉത്തരവാദിത്തമുള്ളൊരു സർക്കാരാണെന്ന് തുടക്കത്തിൽ തന്നെ തെളിയിക്കാനുള്ള വലിയ ശ്രമമാണ്. പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുണ്ടാകുന്ന അനാവശ്യമായ കാലതാമസമാണ് കേരളത്തിന്റെ വികസനത്തിന് എക്കാലത്തും വലിയൊരു തടസ്സമായി നിന്നിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കുകയുണ്ടായി. 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ തീരേണ്ട പദ്ധതികൾ 3-4 വർഷങ്ങൾക്ക് നീണ്ടുപോകുമ്പോൾ വിലക്കയറ്റം, മറ്റു ചിലവുകളും കാരണം ജനങ്ങൾക്ക് നികുതി പണം വൻതോതിൽ പാഴായി പോകുന്നു. ഈ ഒരു പ്രവണതയ്ക്ക് അറുതി വരുത്താൻ കൃത്യമായ സമയപരിധിക്കുള്ളിൽ വികസനം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഈ പ്രഖ്യാപനങ്ങൾ വെറും വാക്കുകളിൽ ഒതുങ്ങാതിരിക്കാൻ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. ഓരോ പദ്ധതിയുടെയും പുരോഗതി കൃത്യമായി നിരീക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഡിജിറ്റൽ ഡാറ്റ ഡാഷ്ബോർഡ് സ്ഥാപിക്കും. 100 ദിവസം കഴിയുന്നതുവരെ കാത്തിരിക്കാതെ ഓരോ 20 ദിവസം കൂടുമ്പോഴും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കർശനമായ വിലയിരുത്തലുകൾ നടത്തുകയും ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ ഉത്തരവാദിത്തം നിശ്ചയിക്കുകയും ചെയ്യും. നമ്മൾ ചെലവഴിക്കുന്ന ഓരോ രൂപയും സാധാരണക്കാരായ ജനങ്ങളുടെ വിയർപ്പിന്റെ ഫലമായ നികുതി പണമാണെന്നും അതിൽ ഒട്ടും തന്നെ അശ്രദ്ധ പാടില്ലെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒരൊറ്റ ടീമായി ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് വിജയത്തിലെത്തിക്കാൻ കഴിയൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രഖ്യാപിച്ച 541 പദ്ധതികളിൽ ഭൂരിഭാഗവും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ പോലും അത് കേരളത്തിന്റെ വികസന കുതിപ്പിന് പുതിയൊരു മാതൃകയായി മാറുമെന്നതിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മിറർ.